Hi friends, welcome back to another video of English Guru. English Guruവിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് why should you learn English? സാധാരണ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് എന്തിന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം. നമുക്ക് ചില പോയിന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് എ സെക്കൻഡ് ഓപ്ഷൻ. എല്ലാ സ്ഥലത്തും ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇപ്പോൾ കേരളത്തിലൊക്കെ പണ്ട് നമ്മൾ മലയാളം പറഞ്ഞിട്ട് അറിയാത്ത ആളുകളോട് പിന്നീട് നമ്മൾ ചോദിക്കുക തമിഴിലായിരുന്നു അല്ലേ, പിന്നെ അതിന് ശേഷം ഹിന്ദിയിൽ ചോദിക്കും. അത് പറഞ്ഞിട്ടില്ലെങ്കിലാണ് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല. മലയാളം പറഞ്ഞിട്ട് നമുക്ക് ഒരാൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഇംഗ്ലീഷിലാണ് ചോദിക്കുക. അത്രയും കോമൺ ആയിട്ടുണ്ട്, പ്രാധാന്യമേറിയിട്ടുണ്ടെന്നല്ല, കോമൺ ആയിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ ഇപ്പോൾ നടന്മാരൊക്കെ അവാർഡ് ഫംഗ്ഷനിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഫിലിം ഫെയർ ആണെങ്കിലും മറ്റ് വലിയ വലിയ അവാർഡ് ഷോകളിലൊക്കെ പോകുന്ന സമയത്ത് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും പറയുക. കാരണം പല പല ഭാഷകളിലുള്ള ആളുകളുണ്ട് എങ്കിൽ കൂടുതലായിട്ടും ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് തന്നെയാണ്. ഇനി പുറത്താണെങ്കിലും, ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ നമ്മളൊരു സെക്കൻഡ് ഓപ്ഷൻ, ഇപ്പോൾ സ്പാനിഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന രീതിയിലായി ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇംഗ്ലീഷാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സെക്കൻഡ് പോയിന്റ് ഈസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു കോമൺ ആയി വന്ന ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ചില സന്ദർഭങ്ങൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിലേക്ക് തന്നെ ഹയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇംഗ്ലീഷ് മസ്റ്റ് ആണോ എന്ന് ചോദിക്കും. അതായത് ഇംഗ്ലീഷ് അറിയണോ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ആളുകൾക്ക് കുറച്ച് മുൻഗണന, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നത് ഒരു അഡ്വാൻറ്റേജ് എന്ന രീതിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കൂടുതലായിരിക്കുക. എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. The third point is English will make you a hot property. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെക്കൻഡ് പോയിന്റ് പറഞ്ഞു ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും എന്നുള്ളത് അല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻറ്റേജ് ഉള്ള ആളുകൾ അല്ലേ. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് എല്ലാ സ്ഥലത്തും ഒരു മുൻഗണന ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അത് ഇപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ, കുറേ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സർ എനിക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനെ എന്ന രീതിയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകൾ പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് അറിയുക എന്ന് പറയുന്നത് ഏത് മേഖലയിലും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. The next point is English is very simple to learn. ഏത് ഭാഷ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മലയാളം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ അത് പഠിച്ചിട്ടില്ല ഇതുവരെ അല്ലേ, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരാളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മലയാളം ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ലേൺ അല്ലേ. അതിൻ്റെ ഉച്ചാരണമായാലും അതിൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഇറ്റ് ഈസ് എ ടഫ് ലാംഗ്വേജ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഹിന്ദി, ഇപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൽ നമ്മൾ ഹിന്ദി എടുക്കാറുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഇറ്റ് ഈസ് കൺഫ്യൂസിങ്, എ ബിറ്റ് കൺഫ്യൂസിങ് എന്ന രീതിയിൽ പറയാറുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങനെയല്ല. ഇംഗ്ലീഷിൻ്റെ ഒരു പ്രധാന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ അതാണ്. അത് വളരെ ലിബറൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. കുറേ ആളുകൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ വേർഡ് ഇങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല, അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഞാൻ തന്നെ ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ സംസാരത്തെ ബാധിക്കില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥത്തെ അത് മാറ്റുകയില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വളരെ ലിബറലാണ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയായിരിക്കും, ചില സ്ഥലങ്ങളിൽ അങ്ങനെയായിരിക്കും. അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ആക്സെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ടൈപ്പാണുള്ളത്.
അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ് നമുക്കിത് പഠിക്കുക എന്ന് പറയുന്നത്. എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ മിക്സ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ഐഡിയ എങ്ങനെ ആയാലും കിട്ടും. പിന്നെ അവിടെയും ഇവിടെയും തൊട്ട് പറയാന്ന് പറയില്ല, ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി പോലെ ചില ആളുകൾ ഇംഗ്ലീഷ് പറയാറുണ്ട്, എങ്കിൽ പോലും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. മലയാളം അല്ലെങ്കിൽ ഹിന്ദി എന്ന ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് ചിലപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് ഈസ് വെരി സിമ്പിൾ ടു എക്സ്പ്രസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ഇതിന് ബന്ധം എന്നുള്ളത്. നിങ്ങൾ ഏതൊരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെയൊക്കെ കോമൺ ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും, ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ അല്ലേ നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും അതായത് പ്രൈം വീഡിയോ ഒക്കെ ആണെങ്കിലും അതിൽ കൂടുതലായിട്ട് നമ്മൾ വാച്ച് ചെയ്യാറുള്ളത് മറ്റു ഭാഷകളിലുള്ള പടങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ തിരയാറുണ്ട് അല്ലേ. അതായത് ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും തിരയുക, അതായത് സെർച്ച് ചെയ്യുക. അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ മലയാളത്തിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് സബ് ടൈറ്റിലാണ് കൂടുതൽ ആളുകൾ നോക്കാറുള്ളത്. എന്നിട്ടത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ കൂടെ നമുക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്.